2016 തുടങ്ങിയ നൂതന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് അൽബിർ സ്കൂൾസ്. ഇന്ന് കേരളത്തിലും കർണാടകയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് 402 സ്കൂളുകളിൽ 17,000-ൽ കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ 1,400 അധ്യാപികമാരുമുണ്ട്. 5ാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നവംബറിൽ 17 സോണുകളിലായിട്ട് നടന്നു. ഇനി ഓൺ സ്റ്റേജ് മത്സരങ്ങൾ കേരളത്തിലും കർണാടകയിലുമായിട്ട് 17 സോണുകളിൽ നടക്കുകയാണ്. അതിൻ്റെ ദേശീയ തല ഉദ്ഘാടനം ഈ വരുന്ന ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച കണ്ണൂർ ചാലാട് അൽബിർ സ്കൂൾ വെച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റു പല സ്ഥലത്തും 17 സോണുകളായിട്ട് നടന്നു. അങ്ങനെ ഇതിൻ്റെയൊക്കെ നാഷണൽ ലെവൽ ഫെസ്റ്റ് ഫെബ്രുവരി 1-ാം തീയതി മലപ്പുറത്തുള്ള വേങ്ങര അൽബിർ സ്കൂൾ വെച്ചിട്ട് നടക്കുകയാണ്. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം പഠനത്തിന് മാത്രമല്ല പാഠ്യേതര വിഷയത്തിലും അതുപോലെ തന്നെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുവാൻ വേണ്ടി ഈ അൽബിർ കിഡ്സ് ഫെസ്റ്റ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതിലൂടെ അവരുടെ കഴിവുകളെയൊക്കെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. 2 വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ചെറിയ കുട്ടികളിൽ അദബ് അതുപോലെ തന്നെ മറ്റുള്ള ബഹുമാനിക്കുക, മറ്റുള്ള മുതിർന്നവരെ ബഹുമാനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ മതവിദ്യാഭ്യാസം, മുതിർന്നവരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ സഹജീവികളോട് കാരുണ്യം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടി ഈ അൽബീറിലെ ചെറിയ മക്കൾ 4 വീടാണ് എടുത്തു കൊടുക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപനമൊക്കെ കഴിഞ്ഞു. ഒരു 2 മാസം കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 39 ലക്ഷം രൂപയാണ് ഈ 3.5 വയസ്സ് മുതലുള്ള കുട്ടികൾ ഞങ്ങൾക്ക് തന്നത്. അത് സൈക്കിൾ വാങ്ങി വെച്ച, അതുപോലെ ഭണ്ഡാരപ്പാട്ട വെച്ച, അതുപോലെ തന്നെ ഇങ്ങനെ സ്വരൂപിച്ച പൈസയൊക്കെ തന്നിട്ടാണ് അവർ ഈ വീടിന് വേണ്ടിയിട്ട് കാശ് സ്വരൂപിച്ച് നൽകിയത്. അപ്പം ഇവരുടെ കലാ മത്സരങ്ങളിലൂടെ ഇവരുടെ ജന്മസിദ്ധമായ വാസനകളെ വളർത്തിയെടുക്കുക എന്നതുകൂടി അൽബിർ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റ് സ്കൂൾ സംവിധാനങ്ങളിലൊക്കെ വ്യതിരിക്തമായി ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. 2016 നമ്മൾ അൽബിർ ആരംഭിക്കുന്നത്. ആരംഭിച്ചതു മുതൽ വലിയ സ്വീകാര്യതയാണ് താഴെത്തട്ടിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു 40 സ്കൂളിലൊക്കെ പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചെടുത്ത് നിന്ന് അതിൻ്റെ ആവശ്യക്കാർ കൂടിയതിനനുസരിച്ചിട്ടാണ് ഇന്ന് 402ലേക്ക് ഈ സ്കൂളിൻ്റെ എണ്ണം അധികരിച്ചിട്ടുള്ളത്. ഈ സ്കൂളിനെ ഇത്രയും ജനകീയമാക്കുന്നതിൽ നമ്മുടെ ഫെസ്റ്റിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അൽബറിൻ്റെ ഓരോ പ്രത്യേകതകളുണ്ട്. അൽബറിൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത് കോ ടീച്ചിങ് സിസ്റ്റമാണ്. ഒരേ ക്ലാസ് റൂമിൽ 28 വിദ്യാർത്ഥികളാണ് ഉള്ളതെങ്കിലും ആ 28 വിദ്യാർത്ഥികളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീച്ചേഴ്സ് ഉണ്ടാകും. അതൊരു കോ ടീച്ചിങ് സിസ്റ്റമാണ്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ അടക്കമുള്ള രീതിയിലാണ് അതിൻ്റെ ക്ലാസ് റൂമുകളുടെ ക്രമീകരണം. കുട്ടികൾ പ്രീ സ്കൂൾ സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇതിൻ്റെ ആദ്യഘട്ടം നമ്മൾ LKG UKG എന്ന് പറയുന്നതിന് IPS 1 IPS 2 എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ക്ലാസ് റൂമുകളിൽ ഈ LKG UKG പ്രായത്തിൽ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി സേവികമാരെ അടക്കം നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ വേണ്ടിയിട്ട് നിർണയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവരുടെ പാഠ്യേതര മേഖലകളിൽ ഉഷാറാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അൽബറിൻ്റെ കിഡ്സ് മാഗസിൻ, അത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ അൽബർ സമിതി തന്നെ പ്രസിദ്ധീകരിച്ച് താഴെത്തട്ടിലേക്ക് ഓരോ വിദ്യാർത്ഥിനികളിലേക്കും ഇത് കൊടുക്കുന്നു. അതടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ ടീച്ചേഴ്സിന് അതുപോലെ സ്റ്റുഡൻസിന് പേരൻസിനടക്കം ടാലൻറ്റ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ്. ഇതിൻ്റെ നാഷണൽ ഫെസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാഷണൽ ഫെസ്റ്റ് അടക്കമാണ് ഈ വർഷം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.
ആളുകൾ ഇതൊക്കെ വലിയ താല്പര്യപൂർവ്വം കാണുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാവരെയും നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ വേദികളിലേക്ക് ക്ഷണിക്കാൻ വലിയ ജനബാഹുല്യം തടിച്ചുകൂടുന്ന ഒരു സദസ്സായിട്ടാണ് ഓരോ അൽബറിൻ്റെ ഫെസ്റ്റുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ ഇതിനെ നന്നായി ഏറ്റെടുക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. ചെറിയ മക്കൾ, ഈ 3.5 വയസ്സൊക്കെയുള്ള കുട്ടികൾ വേദിയിൽ വന്ന് അവരുടെ പെർഫോമൻസ് നടത്തുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ഓരോരുത്തരുടെയും ഓരോ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വ്യത്യസ്തമായ പരിപാടികളുണ്ട്. അത് കാണുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അൽബറിൻ്റെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അൽബർ കിഡ്സ് ഫെസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മനോഹരമായ ആ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് പാഠ്യേതര വിഷയത്തോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവരുടെ അക്കാദമിക നിലവാരം ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂളുകൾ തമ്മിൽ നല്ലൊരു മത്സരമായി, എന്നാൽ താഴെത്തട്ടിൽ ഈ കുട്ടികൾക്ക് അതൊരു മത്സരത്തിനപ്പുറത്തേക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനും ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അവസരം തന്നെ മനോഹരമാക്കാനൊക്കെയുള്ള രീതിയിലാണ് ഇതിൻ്റെ അധ്യാപികമാരും ഓരോ സ്കൂൾ മാനേജ്മെൻറ്റും ഇതിൻ്റെ സമിതികളും എല്ലാവരും കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി, ഇതിൻ്റെ പ്രചരണം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹകരണം ഉണ്ടാവണം എന്ന് ഉണർത്തുകയാണ്. ഈ ചാനടക്കം അൽബീർ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ അംസ മയ്യൽ ചെയ്യുന്നത് അൽബീർ സ്കൂൾസ് ചാലാടാണ്. അതിൻ്റെ ജമാഅത്തിൻ്റെ അഹമ്മദ്, ഇത്രയും ആൾക്കാരാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ അൽബീർ അഡ്മിനിസ്ട്രേറ്റീവ് തന്നെ ഈ ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനർ, പിന്നെ